ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി വായ് ഷൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നിങ്ങൾ കാണാറ് ഞാൻ താഴത്തെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് പുറത്തേക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതാണ് അല്ലേ. പക്ഷേ ഇത്തവണ ഒരു വെറൈറ്റിക്ക് ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ മുകളിലത്തെ സിറ്റ് ഔട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇതാ ഇത്രയും റോഡ് സൈഡാണ് നമ്മളെ വീട്. അതുകൊണ്ട് തന്നെ ഇതിലെ പോകുന്ന നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഇടയ്ക്ക് നമ്മളെ വീട്ടിലേക്ക് കയറാറുണ്ട്. റോഡ് ഇത്രയും അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ DJ പാർട്ടിയിലാണെന്നാ തോന്നുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മിന്നി വാഞ്ഞുകൊണ്ടിരിക്കുകയെ. ഇന്ന് ഗുരുവായൂർ ഏകാദശി ആയതുകൊണ്ട് തന്നെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലുട്ടനെ ഞാൻ താഴെ കൊണ്ടുപോയി കഞ്ഞിയൊക്കെ കൊടുത്ത് അമ്മേൻ്റെ അടുത്ത് കുളിപ്പിക്കാൻ ഏൽപ്പിച്ച് ഞാൻ എന്താ മുകളിലേക്ക് വന്നതാണ്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തുമ്പമ്മ എണീറ്റ് വന്നിട്ട് കേട്ടോ. ആ ഉറക്കച്ചടവ് കഴിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എൻ്റെ കുട്ടി ഒന്ന് നോർമൽസിലേക്ക് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. താഴെ വന്നപ്പോൾ ഇതാ അല്ലുട്ടൻ കുറിയൊക്കെ തൊട്ട് സുന്ദരനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മൂപ്പരെ വേഗം ക്ലാസ്സിലേക്ക് വിടട്ടെ. 8 മണിയാകുമ്പോൾ തന്നെ വണ്ടി വരും കേട്ടോ. ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളെ ദൈവങ്ങൾ നല്ല യോയോ വൈബിലാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു DJ പാർട്ടിയിൽ നിൽക്കുന്ന ഫീലായിരിക്കും കൃഷ്ണനൊക്കെ തോന്നുന്നുണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ വൈശാഖേട്ടനോടോ കട്ടേനോടോ എന്നറിയില്ല, അച്ഛൻ ഒരു ലൈറ്റ് വാങ്ങാൻ പറഞ്ഞപ്പോൾ രണ്ടാളും ഏതോ ഒരാളാണ് ഇജാതി ഒരു ലൈറ്റ് കൊണ്ടിട്ട് പൂജാമുറിയിലേക്ക് സെറ്റ് ചെയ്തത്. എന്തായാലും കാണാനൊരു വൈബുണ്ട്. പിന്നെ എല്ലാവരും ഒരു വൈബിൽ അങ്ങനെ നിൽക്കട്ടെ അല്ലേ, അതല്ലേ ഇതിൻ്റെ ഒരു രസം. അങ്ങനെ ഇതാ കയ്യോടെ പോയി ഞാൻ ഒരു കുറിയൊക്കെ പാസ്സാക്കി. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറി അത് നിർബന്ധമാണ്. എന്നും കുളിക്കുമല്ലോ എന്നൊന്നും അറിയില്ല, കുളിച്ചിട്ടുണ്ടെങ്കിൽ കുറി തൊടണം അല്ലേ. ഈ പ്രഗ്നൻസി ടൈമിലെ നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കുട്ടികൾക്കും കൂടുതൽ ഇഷ്ടമെന്ന് കേട്ടിട്ടില്ലേ. എനിക്ക് തോന്നുന്നത് എൻ്റെ കുട്ടി ഒരു ഭക്ത കുചേലയാണെന്നാണ്. കാരണം എനിക്ക് രാവിലെ കുളിക്കുക, കുറി തൊടുക, അതുപോലെ ഇപ്പോൾ ഏകാദശിയൊക്കെ നോൽക്കാനൊരു എനിക്ക് തന്നെ തോന്നിയതാണ്. ലൈക്ക് എനിക്ക് ഏകാദശി നോൽക്കണം എന്നുള്ളത്. അങ്ങനെയൊക്കെ ഒരു വൈബാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടി ഒരു ഭക്ത കുചേലയായിരിക്കാം, കുചേലനോ കുചേലയോ എന്തോ. അങ്ങനെ പിന്നെ അത് അല്ലുട്ടനെ നമ്മൾ വണ്ടി കയറ്റി വിട്ടിട്ടുണ്ട്. ആ ചെറിയ മോളോട് ഞാൻ പറയായിരുന്നു അവളുടെ ഡാൻസ് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ മോൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലുട്ടൻ ആ പ്രോഗ്രാമില്ലേ അതിനും. അങ്ങനെ ഇതാ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. ഈ ചെക്കനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ. വണ്ടീൽ ഓൻ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ ബാഗ് വെച്ചിട്ട് ഓൻ എങ്ങനെ ഇത്തിരി സ്ഥലത്തായിരിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ചീത്ത പറഞ്ഞാൽ ഓനടി ഇരുത്തിയിട്ട് ബാഗ് ഞാൻ മടിയിൽ വെച്ചെടുക്കും. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മൂപ്പർ തിരിച്ചു വെക്കും. എനിക്ക് ഭയങ്കര ടെൻഷനാണ് മോൻ പോയി തിരിച്ച് വരുന്നത് വരെ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഇപ്പം ഉണ്ടല്ലോ ഈ ബ്ലാ 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 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിതപ്പ് വരും. ലൈക്ക് ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കണം. പക്ഷേ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് രാവിലെ തന്നെ ഇപ്പോൾ എവിടേക്കാണ് പോണത് എന്നല്ലേ എനിക്ക് വയ്യ. എന്തൊക്കെ ഏകാദശി പറ്റുക, എന്താണെങ്കിലും ഷുഗർ ടെസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്തുള്ള ലാബിലേക്കാണ് പോയത്. അച്ഛൻ്റെ കൂടെയാണ് വന്നത്. അപ്പോൾ ആദ്യത്തെ ബ്ലഡ് കൊടുക്കൽ കഴിഞ്ഞു. ഇനി പോയിട്ട് ഇൻസുലിൻ എടുക്കണം, ഫുഡ് കഴിക്കണം, ദെൻ മെഡിസിൻ കഴിക്കണം, പിന്നെ വന്ന് PPBS എടുക്കണം. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛൻ വർക്ക് ചെയ്യുന്ന പെട്രോൾ പമ്പാണ് കേട്ടോ. അച്ഛൻ നൈറ്റിലാണ് വരാറ്. അപ്പോൾ അവിടെ പോയിട്ട് അച്ഛൻ പെട്രോൾ അടിക്കും. ഇപ്പോൾ എവിടെയൊന്നും അച്ഛൻ പെട്രോൾ അടിക്കില്ല. അച്ഛന് അത്രയും ഒരു ആത്മാർത്ഥതയാണ്. അച്ഛൻ്റെ പെട്രോൾ പമ്പെന്ന് മാത്രമേ അച്ഛൻ അടിക്കുള്ളൂ. അങ്ങനെ അവിടെ നിന്നപ്പോൾ നല്ല അടിപൊളി രാവിലത്തെ വെയിലിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതാ അമ്മ പിന്നെ പറയണ്ടല്ലോ, ഭക്തിമയാണ് ഗൈസ്. കിച്ചണായിക്കോട്ടെ, ഇനി കുളിക്കുന്നോടത്ത് വേണമെങ്കിൽ അമ്മ ഭക്തിഗാനം വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ ഇവിടെ ഭക്തിഗാനം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയാം ഒരു അമ്പലത്തിൽ വന്ന ഫീലാണ് വീട്ടിൽ കയറി വന്നാലെന്നൊക്കെ പറയട്ടോ. അമ്മയെ നന്നായി അച്ഛൻ ഇതിൽ കാര്യത്തിൽ ട്രോളാറുണ്ട്. എന്തൊക്കെ ഏകാദശി ഒരു കൊല്ലത്തിലുണ്ട്, എന്നൊക്കെ ഉപവാസം അനുഷ്ഠിക്കാൻ പറ്റും, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് കാണാപ്പാടായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളുക. അങ്ങനെയാണ് അമ്മ കേട്ടോ. അങ്ങനെ ഞാനിതാ തീർത്തൊക്കെ അവിടെ നിന്ന് വാങ്ങി. പിന്നെ ഇതാ പൂജാമുറിയിൽ വന്ന് ഒന്ന് തൊഴുതു, തീർത്തൊക്കെ കുടിച്ചു. അങ്ങനെ അപ്പോൾ നമ്മുടെ വ്രതം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഒരു കണക്കിന് നോക്കുമ്പോൾ ഈ വ്രതം എടുത്തത് എനിക്ക് എന്തുകൊണ്ടും നല്ലതാണ്. ലൈക്ക് ഷുഗർ ഉള്ളതല്ലേ, അപ്പം അരിഭക്ഷണം കുറയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ. എനിക്കാണെങ്കിൽ ഉച്ചയ്ക്കുണ്ടല്ലോ ഈ ചോറിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല കറിയും എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ചോറ് കഴിക്കാൻ വല്ലാത്തൊരു ആക്രാന്തമായിരിക്കും. അങ്ങനെ രാവിലെ തന്നെ കുളിച്ചത് കുറച്ച് എന്താ പറയുക ഷോ കാണിക്കാൻ വേണ്ടി മമ്മീനെ വിളിച്ചതാണ്. രാവിലെ എണീറ്റ് ഒന്ന് കുളിച്ചൂടെ അമ്മയെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അമ്മ വല്ലപ്പോഴൊന്ന് കുളിക്കുമ്പോൾ വന്നിട്ട് ഇന്നോട് കുളിച്ചൂടെ എന്ന് ചോദിക്കാൻ വിളിക്കുകയാണോ. അമ്മ നല്ല അടിപൊളി പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിങ്ങനെ രാവിലെ കുളിക്കാതെയൊക്കെ നിൽക്കുന്നത്. പിന്നെ സംഭവം എന്ന് വെച്ചാൽ അമ്മ പിന്നെയാണ് അറിഞ്ഞത് ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇത്തവണ അതൊന്നും ഓൽക്കാൻ പറ്റിയില്ല. സോ സാഡ്. അപ്പോൾ ഞാൻ അതൊക്കെ വിളിച്ച് കുറച്ചൊക്കെ വീമ്പ് പറയുന്നു കേട്ടോ. നമ്മൾ ചെയ്ത കാര്യം പിന്നെ പറയണമല്ലോ. അപ്പോഴാണെങ്കിൽ അമ്മ പൂരി കാണിച്ചിട്ട് കൊതിപ്പിച്ചു. അമ്മയുടെ പൂരി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വൈശാഖേട്ടനൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അമ്മയെ പൂരി ഉണ്ടാക്കണേന്ന് ആദ്യം പറയാം. അത്ര അടിപൊളിയായിട്ട് അമ്മ ഉണ്ടാക്കും. അങ്ങനെ പിന്നെ ഇത് അമ്മേനോട് വർത്താനൊക്കെ പറഞ്ഞു, ഉണ്ണിച്ചനോടൊക്കെ വർത്താനം പറഞ്ഞു. ഉണ്ണിച്ചൻ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ രാവിലെ എപ്പോഴും ഒരു സമയമായിട്ടുണ്ടെങ്കിൽ അമ്മേനെ ഒന്ന് വിളിച്ച് കഴിഞ്ഞ് അമ്മേനോട് കുറച്ച് വർത്താനം പറയുന്നതാണ് എൻ്റെ ദിവസത്തിന് തുടക്കം എന്ന് പറയുന്നത്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹേസുമൊക്കെ വന്നു കേട്ടോ. ഹേസുമോൾ ഇങ്ങനെ നോക്കുന്നത് എന്താ ഇപ്പോൾ വലിയമ്മ രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് കുത്തിരിക്കുന്നതെന്ന് ചോദിക്കും. പിന്നെ രാവിലെ ഓൾ വന്നു കഴിഞ്ഞാൽ ഓളെ വെറുപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അജണ്ട ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിവസവും അതൊരു പരിപാടിയാണ് എൻ്റെത്. അത് കഴിഞ്ഞ് കല്യാണി എന്നെ വന്ന് കണ്ട് അപ്പം ഞാൻ പറയും ഒന്ന് കുളിച്ചുകൂടറി നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുളിച്ചതിൻ്റെ ഷോ നന്നായി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ പിന്നെ ഹേസുവിനെ എടുത്ത് പിന്നെ നമ്മുടെ വെറുപ്പിക്കൽ സെഷനാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഞാനെടുത്ത് ഉരുട്ടി മറിച്ച് അതിനെ മണത്ത് എന്നാലൊക്കെ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്കും ഇതാ അമ്മ തുമ്പമ്മേനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്ത എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതാണ് കേട്ടോ. ഇതൊക്കെയിപ്പോൾ ശീലമായി ഗൈസ്. സത്യം പറയാൻ ആദ്യമൊക്കെ എനിക്ക് എൻ്റെ മേൽ സൂചി കുത്തിക്കയറ്റായിരുന്നു ഭയങ്കര പേടിയുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പം ഉണ്ടല്ലോ ഈ 2 പ്രഗ്നൻസി അല്ലുവിനെയും തുമ്പീനെയും ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ പേടിയൊക്കെ അങ്ങോട്ട് മാറി കിട്ടി. ഫസ്റ്റ് ഡേ ഇൻസുലിൻ വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മറ്റുള്ളവരെ കുത്തി കൊടുക്കുന്ന മുമ്പൊക്കെ അത്ര സീൻ ഉണ്ടാവില്ല, നമ്മൾ പഠിച്ച സാധനമാണല്ലോ. പക്ഷേ സ്വന്തം ശരീരത്തിൽ കുത്തിയിറക്കുക എന്നുള്ളത് അത്ര സുഖമുള്ള പരിപാടികളായിരുന്നു. ഇപ്പം എനിക്കുണ്ടല്ലോ ഒരുമാതിരി മരവിപ്പാണിത്. അങ്ങോട്ട് കുത്തുക വെക്കുക. ഇത് കാണുമ്പോൾ കല്യാണി അമ്മയൊക്കെ മേല് കുളിക്കുന്നു എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ എനിക്കിപ്പോൾ അതൊരു ശീലമായി ഗൈസ്. തുമ്പമ്മേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞോടെ പിന്നെ തുമ്പീനെയൊക്കെ ഒന്ന് റെഡിയാക്കി. ഇങ്ങനത്തെ കാര്യത്തിൽ എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കുറി തൊടാനോ മുടി കെട്ടാനൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് തരും. അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ പറയായിരുന്നു. ഈ പെൺപിള്ളേരൊക്കെ ആണെങ്കിലും വെച്ച് തരാതെ നമ്മൾ കെട്ടിക്കൊടുത്ത മുടി അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും പിന്നെ ഒരുങ്ങാനൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളും ഉണ്ടാവില്ലേ. ഇനി ഇവൾ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുങ്ങുക, മേക്കപ്പ് ചെയ്യുക. അതിനൊക്കെ ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ പറയണ അത്രയും സമയം വെച്ചിരും. പിന്നെ ചില സമയമൊക്കെ കൈലറൊക്കെ എഴുതി കഴിഞ്ഞാൽ കണ്ണ് പെരക്കുക എന്നുള്ളൊരു സ്വഭാവം മുപ്പത്തി നല്ലോണം ഉണ്ട്. തുറക്കരുത് എന്ന് പറഞ്ഞാൽ അത് തുറക്കാൻ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇന്ന് കണ്ണെടുത്തൊന്നുമില്ലായിരുന്നു. കുറിയൊക്കെ തൊട്ട് കൊടുത്തു. കാരണം കൺമഷി മുകളിലാണ്. എനിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങൽ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സൈഡാവുമല്ലോ. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ചെയ്യാറില്ല. ഒരു ഒറ്റ പോക്കിന് എന്തൊക്കെ എടുക്കാൻ പറ്റും അതൊക്കെ എടുത്തിങ്ങ് പോരും ചെയ്യുക കേട്ടോ. അങ്ങനെ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവും പഴം പുഴുങ്ങിയതുമായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് ടൈമൊക്കെ നോക്കി വെക്കണം, നല്ല PPBS എടുക്കാൻ പറ്റുക. അതായത് ആഫ്റ്റർ ഫുഡുള്ള ഷുഗറും പോയി എടുക്കണമായിരുന്നു. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ടാബ്ലറ്റ്സും എടുക്കാനുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ രാവിലെ ഈ ഒരു ടൈമില്ലേ, ഈ സമയമൊക്കെ മേ ബി ഞാനൊന്ന് ലൈവായിരിക്കുമായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഫുഡ് കഴിച്ചാൽ എനർജി കിട്ടുക ചെയ്യുക. പക്ഷെ എന്നെ അപേക്ഷിച്ചിട്ട് അങ്ങനെയല്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡാവും, ഫുൾ ബോഡി ഇങ്ങനെ വിയർക്കും. പിന്നെ ഞാൻ ആ മെഡിസിനും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സൈഡാണ് കേട്ടോ. വെച്ചാൽ ഷുഗറിൻ്റെ മെഡിസിനും പ്ലസ് ഇൻസുലിനും ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്യുന്നത്. പക്ഷേ ഉണ്ടല്ലോ അതും കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് സൈഡായി പോകും. പിന്നെ എനിക്ക് തല കറങ്ങും. ശരിക്കും ഉണ്ടല്ലോ ഈ ഭൂമിയൊക്കെ കറങ്ങുന്നുണ്ടെന്ന് പറയുന്നില്ലേ, അത് ഇപ്പോഴാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത്. എല്ലാവരും കറങ്ങാടെ, എല്ലാവരും ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ചുറ്റും ഇരുടായിരിക്കും. ഇവിടെ എത്ര വെളിച്ചമുണ്ടെങ്കിലും കാര്യമില്ല, കണ്ണിൽ ഇരുട്ട് കയറുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ആ ഫീലിംഗ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അല്ലുവിൻ്റെനും തുമ്പീനേനൊക്കെ വോമിറ്റിംഗ് ആയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ അതാണ് ഇതിനേക്കാളും നല്ലതെന്ന് ചില സമയം തോന്നും. വോമിറ്റിംഗ് ആകുമ്പോൾ നമുക്ക് അടിവയറോട്ടൊരു മുകളിലേക്ക് വേദന ഉണ്ടാവും, സത്യമാണ്, ഇല്ല എന്നല്ല. പക്ഷെ അതങ്ങ് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ മാറിയല്ലോ എന്നെങ്കിലും വിചാരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല ഗൈസ്. ഇതൊരു വല്ലാത്തൊരു മന്ദപ്പിൻ്റെ അവസ്ഥ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് ഞാനത് ഒന്ന് ഓക്കെ ആകുമ്പോൾ 11-11:30 ആവും ഒന്ന് നോർമൽസിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഒന്ന് രാവിലത്തെ ഒരു നമ്മൾ എണീക്കുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. അത്രയും സൈഡാണ് രാവിലത്തെ കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വരെ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് ആയിരുന്നു ഭയങ്കരമായിട്ട്. ചിലപ്പോൾ എൻ്റെ കെട്ടിയും കൂടെ നാട്ടിലുള്ളതുകൊണ്ടായിരിക്കും. നമുക്ക് പറയല്ലോ താങ്ങാനൊരു ഇടം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് വയ്യായിക ഉണ്ടാവാന്ന്. അതുപോലെയാണ് ഏട്ടനടുത്തുണ്ടാകുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു. അയ്യോ എനിക്ക് തലറങ്ങുന്നുണ്ട്, എനിക്ക് രാവിലെ എണീക്കാം, ഏട്ടൻ അല്ലൂസിനെ സ്കൂളിൽ വിടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫുള്ള് ഉടായ്പല്ല. പക്ഷെ എന്താ പറയുക, നമുക്ക് നമ്മളെ കെട്ടിയവൻ അടുത്തുണ്ടാകാൻ വേണ്ടി കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ആ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ മിസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനല്ലേ, നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോവല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി ടൈമിൽ ആഗ്രഹിക്കുക നമ്മളെ പാർട്ട്ണറുടെ ഒരു സാമീപ്യമായിരിക്കും. പക്ഷേ എൻ്റെ ദൈവം എനിക്ക് അങ്ങനെയാണ് വിധിച്ചത്. പക്ഷേ ഉണ്ടല്ലോ തുമ്പമ്മയുടെ പ്രഗ്നൻസി ടൈമിൽ വൈശാട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലൂട്ടൻ്റെ ആണ് ഞാൻ എങ്ങനെയാണ് ഇന്നെ പ്രഗ്നൻ്റ് ആയിട്ട് എങ്ങനെയാണ് നേട്ടം കാണുന്നത്. ലാസ്റ്റ് 9 months സർപ്രൈസ് ആയിട്ട് നേട്ടം കാണാൻ വന്നു, അതും വെറും 9 ദിവസത്തെ ലീവിന്. അയ്യോ, എന്നിട്ട് ആദ്യമായിട്ട് കണ്ടപാടെ ഏട്ടൻ പേടിച്ചു എന്ന് എന്നോട് പറഞ്ഞത് സത്യമായിട്ടും. കാരണം ഒരു സ്കെലിട്ടായി നിന്നൊരു പെണ്ണ് ഏട്ടൻ പോകുമ്പോൾ അങ്ങനെയായിരുന്നല്ലോ, തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ അപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും വയറായിരുന്നു എനിക്ക്. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് ഇതും അങ്ങനെ തന്നെ ആയിരിക്കുന്നു. പിന്നെ ഓൾറെഡി എനിക്കൊരു ഉണ്ണിവയർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ കൂട്ടത്തേക്ക് നമ്മുടെ കുഞ്ഞുമാവയുടെ വയറോട് വന്നപ്പോൾ ഇപ്പം തന്നെ എനിക്ക് അത്യാവശ്യം വയറുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. തുമ്പമ്മ ഇപ്പോൾ ഭയങ്കര പിണക്കക്കാരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കാര്യം മതി ഞങ്ങൾക്ക് പിണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവളുടെ പിന്നാലെ പോയി കോംപ്രമൈസ് ചെയ്ത് വരണം.
അതൊക്കെ കഴിഞ്ഞതാ വൈശാഖേട്ടൻ്റെ വീഡിയോ കോളായിരുന്നത്. ഏട്ടന് ഇപ്പോഴത്തെ യൂണിഫോം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒരു സ്റ്റാൻഡേർഡ് യൂണിഫോം അല്ലേ, എനിക്കിഷ്ടമായി. അപ്പോൾ തുമ്പമ്മ ചോദിക്കട്ടെ, അയ്യോ അച്ഛൻ്റെ കഴുത്തിന് എന്താ പറ്റിയത്, അതിനാണ് ഈ ചിരിക്കുന്നത് കേട്ടോ. അച്ഛൻ്റെ കഴുത്തിന് എന്താ പറ്റിയത്, ടൈ കണ്ടിട്ടാണ് ഈ ചോദിക്കുന്നത്. ഏട്ടൻ ഇങ്ങനെ എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ എപ്പോഴും എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചില സമയമൊക്കെ വിളിക്കുമ്പോൾ കിട്ടാഞ്ഞാൽ ആകെ ഒരു സങ്കടമാണ് ഗൈസ്. പിന്നെ ഹെയ്സു വല്യമ്മേൻ്റെ കൂടെ കളിക്കുന്ന ടൈമാണ് കേട്ടോ അത്. അപ്പോഴാണ് നമ്മളെ കല്യാണീൻ്റെ ചായ കൂടിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെയ്സുവിന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടാട്ടോ ഇവളെപ്പോഴും കഴിക്കാറ്. ഹെയ്സുവിന് ഇപ്പം കുറുക്കുകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, കുറുക്ക് കഞ്ഞിയൊക്കെ മിക്സിയിൽ അടിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഇടയ്ക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുക. പിന്നെ നമുക്ക് പുഴുക്കിനുള്ള പിന്നെ എന്താ പറയുക ഐറ്റംസൊക്കെ ഇവിടെ ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. അത് എനിക്ക് ഒന്നാമത് ഷുഗർ ഉള്ളതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ നന്നായി വെള്ളം കുടിക്കണമല്ലോ. ഞാൻ കുടിക്കുമ്പോൾ ഈ പെണ്ണിനും കൊടുക്കട്ടോ. പക്ഷേ ഇവളാകെ ഒരു സിപ്പ് അടിച്ചിട്ട് മതി എന്നങ്ങൾ പറയുക ചെയ്യുക. കല്യാണി ചായ കൂടിയൊക്കെ കഴിഞ്ഞ ശേഷം ഹെയ്സുവിനെ എടുത്ത് അവളെ ഉറക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം ഉണങ്ങിയ തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഇനി അയൽമേലിടാനുണ്ട്. അങ്ങനെ കുറച്ച് പണികൾ കേട്ടോ. അതൊക്കെ രാവിലെ അങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ കഥ. അങ്ങനെ അപ്പോൾ അതിന് പണിയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സ്ഥാനാർത്ഥികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വോട്ടൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വരുമല്ലോ. അപ്പം ഇവിടെ ലേഡീസാണ്, കുറേ ലേഡീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കുറേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞപ്പം സന്തോഷം. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ നമ്മളെ വ്ളോഗൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ. പിന്നെ എനിക്ക് എല്ലാവരും ഒന്നും പേഴ്സണലി അറിയില്ലെങ്കിലും പിന്നെ അതാ തുമ്പമ്മയ്ക്ക് ചൂല് കിട്ടിയാൽ പിന്നെ വല്ലാത്തൊരു ഹരമാണ് കേട്ടോ. അടിച്ച് വാരണം, അടിച്ച് കൂട്ടണം. എന്നിട്ട് കൂട്ടിയത് എവിടെയോ പോയിണ്ടാവും. അപ്പോൾ അത് തിരയാണ്. ഞാൻ ഇവിടെ ഇതിൽ കൂട്ടിയിരുന്നല്ലോ ഇവിടെ പോയിരുന്നു. അപ്പോൾ അതാ പിന്നാമ്പുറത്ത് വീണ് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കഥ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് പ്രഗ്നൻസി പോലെയല്ല ഫോളോയിങ് പ്രഗ്നൻസീസ്. അപ്പോൾ സെക്കൻഡോ തേർഡോ ഫോർത്തോ എത്ര ആയിക്കോട്ടെ, ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമുക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് കിട്ടിയിരിക്കുന്ന അഡ്വാൻറ്റേജസ് ഒന്നും പിന്നീട് അങ്ങോട്ടേക്കുള്ള പ്രഗ്നൻസി നമുക്ക് കിട്ടില്ല. ലൈക്ക് നമ്മളെന്തായാലും നമ്മളെ ഫസ്റ്റത്തെ കുട്ടികളെ നോക്കാതെ നമുക്ക് റെസ്റ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഒരു ലിമിറ്റിനപ്പുറത്തേക്കുമ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുത്തിട്ടുണ്ട്. രാവിലെ അല്ലുട്ടിനെ സ്കൂളിൽ വിടണം. അപ്പോൾ അതെന്തായാലും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തീരെ പറ്റാത്ത ദിവസമൊക്കെ അമ്മ വിടാറുണ്ട് കേട്ടോ. എന്നാലും അത് ഒരുമ്പോഴൊരു ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഉണ്ടാവും. മോനെ സ്കൂളിൽ വിടണം, തുമ്പിക്ക് ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രഗ്നൻസി മുന്നോട്ടേക്ക് പോകുക. അപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ തുമ്പീനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും അല്ലുട്ടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മളെ മനസ്സിലുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു നല്ല ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെ എടുത്ത ആ ഒരു റെസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ ഒന്നിനെക്കുറിച്ചും ബോധേഡാവുന്ന നമ്മളെ മാത്രം ചിന്തിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. ഇപ്പം ഞാൻ പോണത് PPBS ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ ഇവിടെ അല്ല, അച്ഛൻ അമ്മേൻ്റെ കൂടെ വല്യമ്മയുടെ വീട്ടിൽ പോയതാണ്. വല്യമ്മയൊക്കെ ശബരിമലയ്ക്ക് പോയതുകൊണ്ട് അമ്മമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടേക്ക് പോവുകയാണ് ചെയ്യല്ലോ കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് അങ്ങനെയാണ്. വീട്ടിന് മുമ്പിൽ കുറച്ച് നേരം നിന്ന് നോക്കി വല്ല ഓട്ടോയും കിട്ടുമെന്ന്. അപ്പോൾ നടക്കണില്ല. അപ്പോൾ ആ വെയിലും കൊണ്ട് സ്കൂളിൻ്റെ മുക്കിൽ വരെ പോയിട്ടാണ് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് പോണത്. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏട്ടൻ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിനൊക്കെ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിന്നുണ്ടാവും. ശരിക്കും പ്രവാസികളുടെയും അല്ലെങ്കിൽ പട്ടാളക്കാരെയൊക്കെ, അതായത് ഹസ്ബൻഡിൻ്റെ അടുത്തില്ലാതെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാടായിരിക്കും. ഒരു നോർമലി നമ്മൾ ഹസ്ബൻഡ് നാട്ടിലുണ്ടാവുമ്പോൾ കിട്ടുന്നത് പോലെ ആയിരിക്കില്ല നമുക്ക് ചെയ്യാൻ. അവർ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ നമ്മൾ അത് മാനേജ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ എനിക്കതെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പുത്തരിയായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും ഞാനത് മാനേജ് ചെയ്യുന്നുണ്ട്. എന്നെ കൂടെ പറ്റുന്ന വിധത്തിൽ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതാ പുഴുക്കിനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹെയ്സുമോള് നല്ല ഉറക്കത്തിലാണ്. ഇളയമേനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോണത് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ അവിടെ രജിതേശിൻ്റെ അടുത്താണ് പോവാറ്, എൻ്റെ വീടിൻ്റെ അടുത്ത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മളെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടാനോ ഒന്നുമുള്ളൊരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അടുത്തുള്ളൊരു താത്തേൻ്റെ അടുത്തും പോകാറുണ്ട് ഇടയ്ക്ക് ഷേപ്പ് ആക്കാനൊക്കെ. അപ്പോൾ അവിടെ തന്നെ ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. പ്രൊമോഷൻ വന്ന സാരീൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോയതാണ്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ച് വെയിലൊക്കെ കുറഞ്ഞ്. തുമ്പീനെ നടത്തി കൊണ്ടുപോകണം, നല്ല ഓളെ എടുത്ത് നടക്കാമെന്ന് പറഞ്ഞിട്ട് ഓളെ എടുത്ത് നടക്കട്ടെ. അപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് ട്രോളിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കിയെന്ന്. പണ്ട് നല്ല ഷേപ്പിന് അടിച്ചിരുന്ന ടീംസ് തന്നെ ഞങ്ങൾ രണ്ടാളും. ഇപ്പം എത്രത്തോളം ലൂസാക്കാൻ പറ്റുമോ അത്രത്തോളം ലൂസ് മതി എന്നുള്ള അവസ്ഥയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്ത് താത്തേനോട് ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ചു പോരുകയാണ്. ഹെയ്സു എണീറ്റുണ്ടാവും, അല്ലുട്ടൻ വന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പോണത്. പറഞ്ഞ പോലെ തന്നെ അല്ലുട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു, ഹെയ്സുമോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ അവളെ എടുത്ത് നിൽക്കായിരുന്നു. അവളൊരു കുഞ്ഞ് ഛർദിയൊക്കെ പാസ്സാക്കി നിൽക്കുക എന്നാണ് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ നമ്മൾ അല്ലുട്ടനും തുമ്പിക്കും ഫുഡ് കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക്. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലല്ല മെൻ്റലായി പോവുക ചെയ്യുക. അവിടെ ഇവർക്ക് വ്രതമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കാരണം പിള്ളേരല്ലേ, അവർക്ക് എന്തായാലും അത് സെറ്റാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചോറും പുഴുക്കും കൂടെ കൂട്ടിയിട്ട് 2 പേർക്കും കൊടുക്കണത്. ഞാൻ എൻ്റെ എളുപ്പപ്പണിക്ക് ഇന്ന് വേഗം 2 പേർക്കും വാരിയാണ് കൊടുത്തത്. കാരണം അല്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും വെച്ച് കൊടുത്താൽ ഇവരുടെ അടുത്ത് ഞാൻ സംസാരിച്ച് കഴിച്ചത് മൊത്തം ദഹിക്കുന്ന അവസ്ഥയിലാണ് എൻ്റെതാവുക. പിന്നെ ഞാനിതാ പുഴുക്കെടുത്തു, ഞാനും കഴിക്കുകയാണ്. ആക്ച്വലി ഇന്ന് ഞാൻ ഇതിന് കൂടെ പപ്പടവും കൂട്ടി കഴിക്കാനായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം.
അപ്പോൾ ഇളയമ്മയാണ് പറഞ്ഞത് പപ്പടം കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ ഞാൻ അതും അങ്ങ് അവസാനിപ്പിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാദശിന് ഒന്ന് പപ്പടം കഴിക്കാൻ പറ്റുമോ? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇനി അടുത്ത് എന്തെങ്കിലും നോൽക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. ഞാൻ എന്തായാലും കഴിച്ചിട്ടില്ല, ഡൗട്ടോട് കൂടി കഴിക്കണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഫുഡ് കഴിച്ചു. ശരിക്കും പറഞ്ഞിട്ടതാ ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എവിടെയും സൈഡാവും, ഷുവറാണ്. പക്ഷേ ഇന്നും സൈഡാവാൻ പറ്റത്തില്ല, കാരണം ഉച്ചയ്ക്ക് ശേഷം ഇനി ഒരു സ്ഥലത്ത് പോകാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഫുള്ളൊരു കറങ്ങിയൊരു ദിവസമായിരുന്നു. ഞാൻ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സൈഡാവുമെന്ന് ആദ്യമേ പറഞ്ഞിട്ട് അത്രയ്ക്കും വയ്യായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. ഹെയ്സുമോളെ കുളിപ്പിച്ചൊക്കെ കല്യാണി കൊണ്ട് എൻ്റെ തന്ന് അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഞാനും ഹെയ്സും കൂടെ ഉള്ള സംഭാഷണങ്ങളാണ്. വീഡിയോ എടുക്കണമൊക്കെ മുപ്പത്തി ഭയങ്കര ഇഷ്ടം. അപ്പം എന്നെ നോക്കണുണ്ടില്ലേ എന്ത് വല്യമ്മ കാണിക്കണമെന്നുള്ള മട്ടിൽ. അങ്ങനെ പെണ്ണിന് ഞാനൊരു കുറിയൊക്കെ തൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ വലിയൊരു ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ ചിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്ന് വെച്ചാൽ പിടിച്ചു വെച്ചിട്ടേ മുപ്പത്തി ചിരിക്കുള്ളൂ, അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ കുറേ അങ്ങ് കളിച്ച് ശുണ്ടരിക്കായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ചിരിക്കും. കുറി തൊടാനൊക്കെ നിന്ന് തരാനൊക്കെ കുറച്ച് പാടാണ്. പിന്നെ പിടിച്ച് വെച്ച് അങ്ങ് കുറിയൊക്കെ അങ്ങോട്ട് തൊടുകയും ഞാൻ ചെയ്യാം കേട്ടോ. ഉച്ചയ്ക്കുള്ള സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും കല്യാണിൻ്റെ ഒക്കെ ഒരു മീറ്റ് ടൈം അപ്പോഴാണ് വരുന്നത്. വളരെ കുറച്ചൊരു സമയം. ചിലപ്പം ആ സമയമായിരിക്കും ഞങ്ങൾ കുളിക്കുക, ചിലപ്പോൾ ആ സമയമായിരിക്കും നമ്മൾ ഫോണിൽ എന്തെങ്കിലും തോണ്ടിയിരിക്കുക, ഞാൻ ആ സമയമായിരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ളൊരു സമയം കേട്ടോ. ആ സമയത്താണ് ഹെയ്സു ഉറങ്ങുക, തുമ്പി അല്ലൂസ് എല്ലാത്തിനും പിടിച്ചങ്ങ് ഉറക്കുക ചെയ്യുക. ആ സമയമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിലെ നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്ന സമയം. പക്ഷെ അതും എന്തായിരിക്കും നമ്മുടെ നോർമലി ഇപ്പോൾ കുളിക്കുക, അലക്കുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അപ്പം ചെയ്യുക. പക്ഷേ ഇന്നൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയം. പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, വേറെ ഒന്നിനൊരു നേരം ഇല്ലായിരുന്നു എന്നർത്ഥം. വാ വിളിക്ക്, വാവാ വാവാ. ഓ ഐശി, നീ പുറകിലടി കുടുങ്ങിച്ച് പെണ്ണെ. കള്ളലി അത് ഒറ്റയ്ക്ക് എണീറ്റടി ഓടോ കേട്ടെ. ആഹാ നാളെ വെച്ചില്ല ശരിയാവില്ല, ചേച്ചി താഴേക്ക് എത്തും. വല്യമ്മേൻ്റെ ചക്കോട് 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 ചിരിക്കും മണി ചിക്കിടി 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 ചിക്കിടി. ഒന്നൂടെ ചിരിക്ക് ചിക്കിടി 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 ചിക്കിടി. വല്യമ്മേൻ്റെ പൊന്നാണ്. ലെമന്റെ ടുട്ടി എവിടെ? പിടിച്ച് 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 പിടിച്ച്. വല്യമ്മന്റെ സ്വത്താരാ? വല്യമ്മന്റെ ടുട്ടി എവിടെ? ഈശ്വര, ഞാനിവിടെ കുടുങ്ങിപ്പോയല്ലോ. ദൈവമേ, എന്നെ കാത്ത് രസിക്കണേ. ചവിട്ടിയാ വല്യമ്മനെ പുറത്താക്കല്ലേ, വല്യമ്മനെ പുറത്താക്കല്ലേ. തുങ്കുറുമണി വല്യമ്മനെ പുറത്താക്കല്ലേ. പിടിച്ച് 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 വല്യമ്മൻ്റെ തുന്തരിനെ പിച്ച് 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 അങ്ങനെ പിച്ചു. എൻ്റെ തുമ്പമ്മ അവിടെ ഉറങ്ങാണ് ഗൈസ്. അങ്ങനെ അകത്ത് നിന്ന് കുറച്ച് നേരം ഞങ്ങളുടെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സമയം ഞാൻ അല്ലാത്ത ദിവസങ്ങളിൽ അല്ലും തുമ്പി റൂമിൽ നിന്ന് ഉറങ്ങുമ്പോൾ ഞാൻ ആ കട്ടിൽ കിടക്കുക. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിലാക്സേഷൻ ടൈമാണിത്. പക്ഷേ ഇന്ന് കിടക്കാൻ പറ്റില്ലല്ലോ, ലൈക്ക് ഉറങ്ങിപ്പോവില്ലേ. അതുകൊണ്ട് ഇനിയിപ്പം റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നുമില്ല. ഇപ്പം ഹേസുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട് കല്യാണി പോകും. അപ്പോഴത്തേക്കും എനിക്ക് തുമ്പമ്മേനെ ഒരുക്കി ഞാനും റെഡി ആയിട്ട് പോവണം. ഷൂട്ടുണ്ട് തുമ്പിക്ക്, ഇന്നൊരു ക്രിസ്മസ് ഷൂട്ട്. ആക്ച്വലി ഇപ്പോൾ കുറച്ച് കഴിയുന്നവരെ ഇതൊന്നും വേണ്ടാന്ന് വെച്ച് നിൽക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഒരു ജോബാണ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് ഈ ടൈം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ലീവും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ഇപ്പം ഞാൻ അല്ലൂട്ടനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് 7 months ഞാൻ ജോബ് ചെയ്തിട്ടുണ്ട്. പരിയാരത്ത് വർക്ക് ചെയ്തത് ആ സമയത്താണ്. സോ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമും കാണുന്നത് ഇപ്പം നമ്മളെ ഷൂട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ് ഇതൊക്കെ കാണുന്നപ്പോൾ എൻ്റെ മെയിൻ വരുമാന മാർഗ്ഗമാണിത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട ഒരു സമയത്ത് ഇതൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. സോ ഇന്നിപ്പോൾ ഒരു ക്രിസ്മസ് ഷൂട്ട്, ഒരു കൊളാബ് ഷൂട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിനേക്ക് വേണ്ടി പോവാണ്. അപ്പോൾ ഒരു ഓട്ടോ ചേട്ടനെ വിളിച്ചാൽ ചേട്ടനോട് പ്രത്യേകം പറഞ്ഞു കേട്ടോ, മെല്ലെ പോകണം, ഞാൻ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സെറ്റപ്പ്. അപ്പോൾ
അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇനി വരും കേട്ടോ. അടിപൊളിയായിരുന്നേ, നല്ലതായിരുന്നു. അപ്പം ഈ ഒരു പിന്നെ സ്റ്റുഡിയോ നമ്മുടെ ദയാപുര സ്കൂളിൻ്റെ അടുത്തേക്കായിട്ടാണ് വരുന്നത്. നമ്മളെ ശരത്തേട്ടൻ്റെ സ്റ്റുഡിയോ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് കേട്ടോ. ഷൂട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ സർപ്രൈസ് പൊളിക്കരുതല്ലോ ഏത്. അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ തുമ്പമ്മ വേണ്ടതൊക്കെ ഓടി നടന്ന് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ അല്ലേ. അങ്ങനെ ഫ്രൂട്ട്സും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോരുകയാണ്. തുമ്പി ഷൂട്ടിനൊക്കെ നന്നായിട്ട് സഹകരിക്കും കേട്ടോ. ലൈക്ക് നമ്മളിപ്പോൾ പറയുമ്പോഴത്തേക്കും പോസ് മാറ്റിയിടാനും അതുപോലെ ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കാനും നമ്മൾ പറയുന്ന പോലെയൊക്കെ നിൽക്കാനൊക്കെ ഒരു പരിധി വരും. അവളുടെ ഏജ് വെച്ചിട്ട് സാധാരണ കുട്ടികൾ വികളി കളിക്കുന്ന പോലെ ഒന്നും കളിക്കില്ല. അവൾ വേഗം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുറേ ഓഫേഴ്സൊക്കെ കൊടുക്കും. മോളെ അമ്മ ഐസ്ക്രീം വാങ്ങി തരാം, മിഠായി വാങ്ങി തരാം, പക്ഷേ പറഞ്ഞതൊക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വരുന്ന വയ്ക്കുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലെത്തിയ പാടുത് അമ്മേനെ വിളിച്ചിട്ട് അമ്മേൻ്റെ സ്പെഷ്യൽ പൂരീൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കുമ്പോഴും ഒന്നുകൂടെ ചോദിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമായിപ്പോയി. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അമ്മ പറഞ്ഞത് പ്രകാരം നമ്മൾ പൂരിക്കൊക്കെ മാവ് കുഴച്ച് വെച്ചു. പിന്നെ അതുപോലെ നമ്മൾ ഒരു ഇഷ്ടുകറിയാണ് ഉണ്ടാക്കണത്, വെള്ള ഇഷ്ടുകറിയില്ലേ അതൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ സെറ്റാക്കി ഒരു ചായയൊക്കെ ഉണ്ടാക്കി ഞാനും കല്യാണിയും കൂടെ കുടിച്ചു. ഇനി ഞാൻ മേല് കഴുകട്ടെ പോയിട്ട്. അത്രയും ടയേർഡാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നത്തെ ദിവസം ഫുള്ള് ചുറ്റലായിരുന്നല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇനി മേല് കഴുകണം. അപ്പോഴത്തേക്കും തുമ്പമ്മേനെ കല്യാണി മേലൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഷൂട്ടിന് വേണ്ടിയിട്ട് ഓളെ സ്വർണ്ണത്തിൻ്റെ മാല ഊരി വെച്ച് വേറൊരു മാല ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് ഓളെ സൈസിന് കറക്റ്റാക്കാൻ വേണ്ടി കല്യാണി നന്നായിട്ട് ഊരാക്കൂടി കിട്ടാതെ അഴിക്കാൻ പാടുപെടുന്ന നിങ്ങൾ നേരത്തെ കണ്ടത് കേട്ടോ. അങ്ങനെ മേലൊക്കെ കഴുകി വന്ന് ഇതായത് ഈ കൊലത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കാൻ പോട്ടെ. ഞാനും കല്യാണിയും കൂടെ പൂരി ഉണ്ടാക്കി ഇനി ബാജിയല്ലല്ലോ ഇഷ്ടകഥയൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം എവിടെയെങ്കിലും ഒന്ന് സൈഡാവാമെങ്കിൽ അത്രയും വയ്യെന്ന് ഓക്കും. അതെ ഞങ്ങളുണ്ടല്ലോ. അപ്പോൾ അമ്മയും കൂടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നല്ലോണം പാടുപെടുന്നുണ്ട്. 3 കുട്ടികളും ഒരു ഗർഭിണിയും പിന്നെ കല്യാണിയും എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇളയമ്മയ്ക്കും അങ്ങനെ വയ്യല്ലോ, അതുകൊണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2 ദിവസം ഞങ്ങൾ നന്നായിട്ട് പാടുപെട്ടിട്ടുണ്ട്. അമ്മയും കൂടെ ഉണ്ടെങ്കിൽ സുഖമാണല്ലോ. കുട്ടികളെ നോക്കാൻ ഒരാളുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഇതൊക്കെ അങ്ങ് എടുത്ത് പോവാം. അപ്പോൾ ഇതങ്ങനെ അല്ലാത്തത് കൊണ്ടും എൻ്റെ തലകറക്കമൊക്കെ കൊണ്ടും ഞങ്ങൾ സൈഡായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇതായി ഇൻസുലിൻ വെച്ചു. പൂരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കട്ടെ. ഇന്ന് രാവിലെ അമ്മ പൂരി കാണിച്ചപ്പോഴേ എനിക്ക് തോന്നിയത് നമുക്ക് ഇന്ന് പോയിരുന്നേരം പൂരി ഉണ്ടാക്കണമെന്ന്. അങ്ങനെ പൂരി അടിപൊളിയാക്കി. പിന്നെ ഇത് പിന്നെ എനിക്ക് ശീലമായി. നിങ്ങളും കണ്ടോളൂ. ഞാൻ എൻ്റെ കാലിലാട്ടോ വെക്കാറ്. ചിലർ കയ്യിലൊക്കെ വെക്കാറുണ്ട്. പക്ഷേ എനിക്ക് കാലിൽ തന്നെ അടയാളമാവുന്നുണ്ട്. അപ്പോൾ കൈക്ക് അടയാളം വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് കാലിൽ ഞാൻ തൈസിലാണ് വെക്കാറ്. ഇപ്പം എനിക്ക് ശീലമായി. ഒരു കാലിൽ വെക്കുമ്പോൾ എനിക്ക് അധികം വേദന ഉണ്ടാവാറില്ല. മരവിച്ച് പോയതാന്ന് തോന്നുന്നു. മറ്റേ കാലിൽ വെക്കുമ്പോൾ എനിക്ക് വേദനയൊക്കെയാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു കുത്തൽ. ഏട്ടനും കാണുമ്പോൾ 2 കുത്ത് അങ്ങോട്ടും കൊടുക്കാൻ തോന്നുന്നില്ല. കാരണം മൂപ്പര് കാരണമാണല്ലോ ഞാനിത് വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏട്ടനതൊന്നും അറിയാറില്ല. ഓക്കെ, ഞാൻ കുത്തി എനിക്ക് വയ്യ. അല്ലൂട്ടൻ്റെ 8ാം മാസവും തുമ്പീൻ്റെ 5ാം മാസത്തിലാണ് ഞാൻ ഈ ഷുഗറിൻ്റെ ഇൻസുലിൻ വെച്ച് തുടങ്ങി. പക്ഷേ ഇത് ആദ്യം തൊട്ടേ ഉണ്ട്. എൻ്റെ കുട്ടികളൊക്കെ ഒരു പഞ്ചാര കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഞാൻ പഞ്ചാരയായിട്ടല്ല കേട്ടോ. അങ്ങനെ ഇൻസുലിനൊക്കെ വെച്ചു. ഒരു 1/2 hour കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണം. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മളിതാ പോയി കിടക്കാൻ പോവാണ് ഗൈസ്. വയ്യ, ഉറക്കം പറയട്ടാ. നമ്മൾ ഉറങ്ങാൻ പോവാണ്. യെസ്. അപ്പോൾ പോവാനേ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണണം. അപ്പൊ ഈ വീഡിയോ എന്ത് ചെയ്യണം? പിന്നെയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഇന്ന് ക്രിസ്മസിന്റെ ഷൂട്ടിന് എങ്ങനെ നിന്നു കാണിച്ചു. ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. പിന്നെ തുമ്പി അല്ലുട്ടാ, ഇന്ന് ക്രിസ്മസിന്റെ ഷൂട്ടിന് തുമ്പി എങ്ങനെ നിന്നൊന്ന് കാണിച്ചിരിക്കും. മുഖം ഒന്ന് കാണിച്ചിരിക്കും. വേറെ പോസ് ചേഞ്ച് ചെയ്യ്. മുഖമൊക്കെ വേറെ പോസാക്ക്. ഇനി എന്തൊക്കെ പോസുകളാലേ. ഞങ്ങൾ വരുമ്പോഴത്തേ അല്ലുട്ടൻ അച്ഛൻ്റെ കൂടെ ഒരു യാത്രയും കഴിഞ്ഞ് വരികയും ചെയ്തു ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു ബൈ.